എന്തുകൊണ്ടാണ് ഒരു ആചാരത്തിനു മുമ്പ് നമ്മൾ തേങ്ങ പൊട്ടിക്കുന്നത്? പുരാതന കാലത്ത് ദൈവങ്ങൾക്ക് ശുദ്ധവും പ്രതീകാത്മകവുമായ ഒരു വഴിപാട് ആഗ്രഹിച്ചിരുന്നു. അത് അഹം, ഭക്തി, സമർപ്പണം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. തേങ്ങ അതിന്റെ പരിശുദ്ധിക്ക് മാത്രമല്ല, അതിന്റെ ആഴമേറിയ അർത്ഥത്തിനും വേണ്ടിയായിരുന്നു തിരഞ്ഞെടുത്തത്. തേങ്ങയുടെ കഠിനമായ തോട് മനുഷ്യന്റെ അഹങ്കാരത്തെ പ്രതീകപ്പെടുത്തുന്നു. ഏതൊരു പൂജയ്ക്കോ ആചാരത്തിനോ മുമ്പ് നമ്മൾ തേങ്ങ ഓടക്കുന്നതു ഒരു വഴിപാടായി മാത്രമല്ല, നമ്മുടെ അഹങ്കാരത്തെ തകർക്കുന്നതിനു വേണ്ടിയാണ്. തേങ്ങയുടെ ഉള്ളിലെ വെളുത്ത ഭാഗം വിശുദ്ധിയെ പ്രതിനിധീകരിക്കുന്നു. മധുരമുള്ള വെള്ളം നമ്മുടെ ആന്തരിക ഭക്തി പോലെയാണ്, ശുദ്ധവും പവിത്രവുമാണ്. ഒരു ഐതിഹ്യവുമുണ്ട്. ഗണപതി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദേവന്മാർക്ക് അവനെ എങ്ങനെ ആരാധിക്കണമെന്ന് ഉറപ്പില്ലായിരുന്നു. ത്യാഗത്തിന്റെ പ്രതീകമായി കാണാൻ ആഗ്രഹിച്ച ഭഗവാൻ വിഷ്ണു തേങ്ങ സൃഷ്ടിച്ചു. ഇത് ഒരു മനുഷ്യനു പകരം സമർപ്പിക്കട്ടെ. ഇതിന് ശിവനെപ്പോലെ 3 കണ്ണുകളുണ്ട്, ജീവൻ നിറഞ്ഞതുമാണ്. അതിനുശേഷം തേങ്ങ പൊട്ടിക്കൽ ഒരു പവിത്രമായ പ്രവൃത്തി ആയി മാറി. ഒരു ജീവനും ദോഷം വരുത്താതെ ദൈവത്തിന് നമ്മെത്തന്നെ സമർപ്പിക്കുന്ന ഒരു സമർപ്പണം. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു ക്ഷേത്രത്തിനോ ഒരു പുതിയ തുടക്കത്തിനോ മുമ്പായി തേങ്ങ പൊട്ടിക്കുമ്പോൾ ഓർമ്മിക്കുക, അത് വെറുമൊരു ഫലമല്ല, അത് നിങ്ങളുടെ അഹം, മനസ്സ്, ആത്മാവ് എന്നിവ ഉയർന്ന ഒന്നിന് സമർപ്പിക്കുന്നു.